ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് മാത്രമേ ദൈവം മറുപടി നൽകുന്നുള്ളൂ. ദൈവത്തിൻ്റെ മറുപടി എല്ലായ്പ്പോഴും ആശ്വാസം നൽകുന്നതാണ്. ചിന്തിക്കാം. ദാവീദിൻ്റെ നിർദ്ദേശമനുസരിച്ച് അവൻ്റെ മകൻ ശലോമോൻ അതിമനോഹരമായ ഒരു ദേവാലയം പണിതു. ദൈവം അത് അംഗീകരിച്ചതിൻ്റെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? അതിലെ വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ട് അതുണ്ടാക്കി എന്നുള്ളതല്ല, അത് പഴയ കൂടാരത്തേക്കാൾ വിശാലമായിരുന്നു എന്നുള്ളതല്ല, ശലോമോൻ്റെ സാമർഥ്യമോ അതൊന്നുമല്ലായിരുന്നു. ദൈവാലയ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠയും കഴിഞ്ഞ് ദൈവവഴികളിൽ നിന്നും ശലോമോൻ മാറിപ്പോയി. അങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും ദൈവം എന്തുകൊണ്ട് ആ ദേവാലയം അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ കാരണം ആ മന്ദിരം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അതായിരുന്നു ആ മന്ദിരത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് ദൈവം അത് അനുഗ്രഹിച്ചത്, അംഗീകരിച്ചത്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം ദൈവാലയ പ്രതിഷ്ഠയാണല്ലോ നാം അവിടെ കാണുന്നത്. അതിൻ്റെ ആദ്യത്തെ 14 വാക്യങ്ങൾ വളരെ പരിചിതമായ ഒരു ഭാഗമാണ്. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ എടുത്താട്ട് നമുക്കൊരുമിച്ച് പഠിക്കാം. ഏഴാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത്, ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. യഹോവയുടെ തേജസ്സും ആലയത്തിൽ നിറഞ്ഞു. മരുഭൂമിയിൽ മോശ സമാഗമന കൂടാരം പണിതു തീർന്നപ്പോൾ സംഭവിച്ചത് ഇതത്രേ. അവനത് ഉയർത്തിയപ്പോൾ ദൈവത്തിൻ്റെ തേജസ് മന്ദിരത്തെ നിറച്ചു എന്ന് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിന് 34-35 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ശലോമോൻ പണിത ഈ മന്ദിരവും ദൈവം അംഗീകരിക്കുന്നു. ആകാശത്തു നിന്നുള്ള തീ യാഗങ്ങളെ ദഹിപ്പിക്കുന്നത് ശ്രദ്ധിച്ചാലും ഇതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ന്യായവിധി പാപത്തിന്മേൽ വന്നിരിക്കുന്നു എന്നത്രേ. ദേവാലയം മനോഹരമാകുന്നതിനാൽ ദൈവം അതിനെ അംഗീകരിക്കുന്നില്ല. അത് മനോഹരം തന്നെയാണ്. അതിനുവേണ്ടി ചെലവഴിച്ച കണക്കില്ലാത്തതുപോലുള്ള ധനം കൊണ്ട് ദൈവം അത് അംഗീകരിക്കുകയല്ല. മന്ദിരം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന വസ്തുത മാത്രമാണ് ദൈവം മന്ദിരം അംഗീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. ഇത് അവൻ്റെ യാഗമാണ്. വാസ്തവത്തിൽ അതത്ര ദൈവം ഈ കെട്ടിടം അംഗീകരിക്കുവാൻ കാരണം. ദൈവത്തിൻ്റെ തേജസ് ദൈവാലയത്തെ നിറച്ചു. നാം 5-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യത്തിലും ഇപ്പോൾ വീണ്ടും കണ്ടതുപോലെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി ഹോമയാഗത്തെ ദഹിപ്പിച്ചു. ഈ ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ കാണപ്പെടാവുന്ന സാന്നിധ്യമുണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇസ്രായേല്യർ ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് അവൻ ഉത്തരം നൽകുന്നു. തിരിച്ചറിയുവാനുള്ള 8 മാർഗങ്ങൾ പൗലോസ് നൽകുന്നു. അതിൽ ഒന്ന് അവർക്ക് തേജസ് ലഭിച്ചു എന്നുള്ളതാണ്. ഇസ്രായേല്യർ ഒഴിച്ച് മറ്റാർക്കും തന്നെ ദൈവത്തിൻ്റെ കാണപ്പെടാവുന്ന സാന്നിധ്യം നൽകിയിട്ടില്ല എന്ന് നാം ഓർക്കണം. 7-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ കാണുന്നത്, യഹോവയുടെ തേജസ് യഹോവയുടെ ആലയത്തിൽ നിറഞ്ഞിരിക്കൊണ്ട് പുരോഹിതന്മാർക്ക് യഹോവയുടെ ആലയത്തിൽ കടപ്പാൻ കഴിഞ്ഞില്ല. തീ ഇറങ്ങിയതും ആലയത്തിൽ യഹോവയുടെ തേജസ്സും ഇസ്രായേൽ മക്കളൊക്കെയും കണ്ടപ്പോൾ അവർ കൽക്കളത്തിൽ സാഷ്ടാംഗം വീണ് യഹോവയെ നമസ്കരിച്ചു. അവൻ നല്ലവൻ അല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ചൊല്ലി സ്തുതിച്ചു. താങ്കൾ ദൈനംദിനം ഉപയോഗിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രയോഗമത്രേ ഇത്. സമയാസമയങ്ങളിൽ കർത്താവ് നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് താങ്കൾ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവൻ്റെ ദയയെക്കുറിച്ച് ധ്യാനിക്കുന്നത് ഒരു ദൈവപൈതലിൻ്റെ ഭാഗ്യമാണ്. സങ്കീർത്തനക്കാരൻ പാടിയത്, യഹോവ നല്ലവനല്ലോ, യഹോവയുടെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. നാം അങ്ങനെ പറയുന്നില്ല എങ്കിൽ മറ്റാരും അങ്ങനെ പറയുവാനില്ല എന്നോർക്കുക. ദൈവം എത്ര നല്ലവനാകുന്നു എന്ന് രാഷ്ട്രീയക്കാർ ആരും പറയുകയില്ല. തങ്ങൾ എത്ര നല്ലവരാണെന്നും തങ്ങളുടെ പാർട്ടി രാജ്യത്തിനു വേണ്ടി ചെയ്യുന്നത് എന്തൊക്കെയാകുന്നു എന്നും മാത്രമേ അവർക്ക് പറയുവാൻ സാധിക്കൂ. ഈ പറയുന്നവരൊക്കെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന വിധത്തിലാണ്. അവർ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് മിക്കപ്പോഴും സത്യത്തിന് നിരക്കുന്നതല്ല. എന്നാൽ യഹോവ അങ്ങനെയല്ല. അവിടുന്ന് നല്ലവനാകുന്നു.
യഹോവയുടെ വിമുക്തന്മാർ അങ്ങനെ പറയട്ടെ. 4, 5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ രാജാവും സർവ്വജനവും യഹോവയുടെ സന്നിധിയിൽ യാഗം കഴിച്ചു. ശലോമോൻ 20,000 കാളയെയും 1,20,000 ആടിനെയും യാഗം കഴിച്ചു. ഇങ്ങനെ രാജാവും സർവ്വജനവും ദേവാലയത്തെ പ്രതിഷ്ഠിച്ചു. ഈ ഭാഗം വായിച്ചിട്ട് താങ്കൾക്ക് എന്തു തോന്നുന്നു? ഇതൊക്കെ വെറും അനാവശ്യമായിരുന്നു എന്നല്ലേ? എന്നാൽ ഈ വാക്യങ്ങൾ വളരെയേറെ വിമർശനത്തിനും ബൈബിളിനെ ചോദ്യം ചെയ്യുന്നവരുടെ പരിഹാസത്തിനും കാരണമായി തീർന്നിട്ടുണ്ട്. 3 കാരണങ്ങൾ പറഞ്ഞാണ് അങ്ങനെയുള്ളവർ ഈ ഭാഗത്തെ വിമർശിക്കുന്നു. 1, അവർ പറയുന്ന ഈ യാഗവും വഴിപാടുമെല്ലാം വളരെയേറെ ചെലവ് വരുത്തി വച്ചതിനാൽ അനാവശ്യമായിരുന്നു പോൽ. 2, ഒരു യാഗപീഠത്തിന്മേൽ ഇത്രയധികം മൃഗങ്ങളെ കൊന്ന് യാഗം കഴിക്കുക എന്നത് അസാധ്യമായൊരു കാര്യമായിരുന്നു പോൽ. 3, ഈ മൃഗങ്ങളെയെല്ലാം കൊല്ലുന്നത് എത്രമാത്രം ആവശ്യമില്ലാത്ത ഒരു കാര്യമാകുന്നു. മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നതിനെതിരെ ശബ്ദം ഉയർത്തുന്ന സമൂഹം ഇതുപോലൊരു പ്രവർത്തനത്തിനെതിരെ കരിങ്കൊടി പ്രകടനം നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. വചനാടിസ്ഥാനത്തിൽ ഈ 3 വിഷയങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം കാര്യങ്ങളെ പരിശോധിക്കേണ്ടത്. ഒന്നാമതായി, ഈ നടന്ന സകല കാര്യങ്ങളുടെയും കേന്ദ്ര സ്ഥാനം ദേവാലയമാകുന്നെങ്കിൽ തന്നെ അവിടെ യാഗം കഴിച്ച എല്ലാ മൃഗങ്ങളെയും ഒരൊറ്റ യാഗപീഠത്തിന്മേലാണ് യാഗം കഴിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവർ ആ ദേവാലയ പരിസരത്തെല്ലാം യാഗപീഠങ്ങൾ പണിതിരിക്കും. അത് അങ്ങനെ വരുമ്പോൾ സാധിക്കാത്ത ഒരു കാര്യമെന്ന് ചിന്തിക്കുന്നത് ബുദ്ധിമോശമാണില്ലേ? ഇനിയും എന്തിനാണ് അവിടെ ഇത്രയധികം പണം ചെലവഴിച്ചത്? ഓരോ ഭാഗത്തിനും അതതിൻ്റേതായി യാഗം കഴിക്കുവാൻ അത് ആവശ്യമായിരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും വിടുവിക്കപ്പെട്ടു വരുമ്പോൾ ഓരോ കുടുംബത്തിനുമായി ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചതുപോലെ തന്നെ ആ രാത്രിയിൽ അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് ആട്ടിൻകുട്ടികളെ കൊന്നിരിക്കാം. 2 കാരണങ്ങളാൽ അത് അനാവശ്യമായിരുന്നു എന്ന് വിധിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതിൻ്റെ പ്രഥമമായ അർത്ഥം, ഈ യാഗങ്ങൾ ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ പ്രതീകമാണ്. അതേ സുഹൃത്തെ, ശിമോൻ പത്രോസാണ് പറഞ്ഞത് ക്രിസ്തുവിൻ്റെ രക്തം വിലയേറിയതാകുന്നു എന്ന്. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 18, 19 വാക്യങ്ങൾ ഇപ്രകാരമാണ്: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത് ഒരു വലിയ ചെലവൊന്നുമല്ല, കാരണം ഇത് ക്രിസ്തുവിങ്കിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ യാഗം അത്രയും അനാവശ്യമല്ലായിരുന്നു എന്നുള്ളതിൻ്റെ 2ാമത്തെ കാരണം, യാഗത്തിന് ശേഷം അവിടെ അറുത്ത മാംസം ഭക്ഷണത്തിനായി ഉപയോഗിക്കുകയായിരുന്നു. ഹോമയാഗം മുഴുവൻ ദഹിപ്പിച്ചെങ്കിലും മറ്റ് യാഗങ്ങൾ, അതായത് സമാധാനയാഗം പോലെയുള്ളത്, പിന്നീട് മാംസം ഭക്ഷണത്തിനായി എടുത്തിരുന്നു എന്ന് നാം കാണുന്നു. ഈ ദേവാലയ പ്രതിഷ്ഠാ സമയം വലിയ പെരുന്നാളിൻ്റെയും വിരുന്നിൻ്റെയും ആഘോഷത്തിൻ്റെയും സമയമായിരുന്നു. ബൈബിളിനോട് നമുക്ക് സത്യസന്ധമായിരിക്കാം സുഹൃത്തെ. ദൈവകാര്യങ്ങൾക്കായി ചെലവഴിക്കുന്നതിനെ അതിവ്യയം എന്ന് വിശേഷിപ്പിക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദൈവമക്കൾ പോലും ഇത്തരം വിമർശനങ്ങളിൽ പങ്കുചേരും എന്നതാണ് അത്ഭുതമായി തോന്നാറുള്ളത്. ദൈവിക കാര്യങ്ങളാകുമ്പോൾ എത്ര സൗകര്യമുണ്ടെങ്കിലും അതൊക്കെ വെടിയണം എന്നാണ് പലരും ചിന്തിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ഏറെ ചിലവ് ചെയ്ത് നടത്തേണ്ടതാണ് ദൈവിക കാര്യങ്ങൾ. മറക്കരുത്. 10,000 രൂപ മുടക്കി ഗാനമേളകൾ നടത്തുവാൻ പലർക്കും ബുദ്ധിമുട്ടില്ല. എന്നാൽ ഒരു ക്രിസ്തീയ സംഗീത ശുശ്രൂഷയ്ക്ക് 1000 രൂപ മുടക്കുവാൻ പലർക്കും താല്പര്യമില്ല. അഥവാ മുടക്കിയാൽ അതിനെ അതിവ്യയം എന്ന് വിശേഷിപ്പിക്കും. ശലോമോൻ്റെ സമയത്ത് അവർ വളരെയേറെ മൃഗങ്ങളെ കൊന്നു എന്ന് ചിന്തിക്കുന്നവർ ഭക്ഷണത്തിനായി ഓരോ ദിവസവും എന്തുമാത്രം മൃഗങ്ങളെ നമ്മുടെ നാട്ടിൽ കൊല്ലുന്നു എന്ന് ഓർക്കുന്നില്ല. അതിനെ അനുകൂലിക്കുന്നത് അത് നമ്മെ സംതൃപ്തിപ്പെടുത്താനാകുന്നു എന്നതിനാലാണ്. എന്നാൽ ദൈവനാമ മഹത്വത്തിനായി എന്തെങ്കിലും ചെയ്താൽ അതിനെ എതിർക്കുവാൻ എപ്പോഴും ആളുകളുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല, എന്നാൽ ഇവിടെ ഞാൻ ശലോമോൻ്റെ വശത്താണ്. ശലോമോൻ ശരിയായ കാര്യം തന്നെ ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം യാഗങ്ങൾ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നതായിരുന്നു. അവൻ തൻ്റെ വിലയേറിയ രക്തം നമുക്കായി ചൊരിഞ്ഞു. 6-ാം വാക്യം നോക്കുമോ? പുരോഹിതന്മാർ തങ്ങളുടെ ഉദ്യോഗമനുസരിച്ചും ലേവ്യർ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നിങ്ങനെ അവർ മുഖാന്തരം ദാവീദ് സ്തോത്രം ചെയ്ത സമയത്ത് യഹോവയെ സ്തുതിപ്പാൻ ദാവീദ് രാജാവ് ഉണ്ടാക്കിയ യഹോവയുടെ വാദ്യങ്ങളോടുകൂടെയും നിന്നു. ഇസ്രായേലൊക്കെയും നിൽക്കെ പുരോഹിതന്മാർ അവരുടെ മുമ്പിൽ കാഹളം ഊതി. ദൈവജനത്തിന് ദൈവത്തെ സ്തുതിക്കുവാനും
യഹോവ നല്ലവനല്ലോ, അവൻ്റെതായി എന്നേക്കുമുള്ളത് എന്ന് പാടുവാനും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് എത്ര നല്ലവനായിരുന്നു. സുഹൃത്തെ, അവിടുന്ന് താങ്കൾക്ക് നല്ലവനായിരുന്നിട്ടുണ്ടോ? അവനെ രുചിച്ചറിയുവാൻ താങ്കൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്കിൽ അവനെ പാടി പുകഴ്ത്തുവാൻ കഴിയുന്നുണ്ടോ? 7ഉം 8ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, ശലോമോൻ ഉണ്ടാക്കിയിരുന്ന താമ്രയാഗപീഠത്തിന്മേൽ ഹോമയാഗം, ഭോജനയാഗം, മേധസ് എന്നിവ കൊള്ളാതിരുന്നതുകൊണ്ട് ശലോമോൻ യഹോവയുടെ ആലയത്തിന് മുമ്പിലുള്ള പ്രാകാരത്തിൻ്റെ മധ്യഭാഗം ശുദ്ധീകരിച്ച് അവിടെ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളുടെ മേധസ്സും അർപ്പിച്ചു. ശലോമോനും ഹാമാത്തിൻ്റെ അതിർ മുതൽ മിസ്രയീം തോടുവരെയുള്ള എല്ലാ ഇസ്രായേലും ഏറ്റവും വലിയ സഭയായി ആ സമയത്ത് 7 ദിവസം ഉത്സവം ആചരിച്ചു. ഹാമാത്തിൻ്റെ അതിർ മുതൽ മിസ്രയീം തോടുവരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ദേശത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എന്ന് കാണിക്കുവാനാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 12-ാം വാക്യത്തിലേക്ക് ഇനി നമുക്ക് വരാം. അതിൻ്റെ ശേഷം യഹോവ രാത്രിയിൽ ശലോമോന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് ഈ സ്ഥലം എനിക്ക് യാഗത്തിനുള്ള ആലയമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശം അടയ്ക്കുകയോ ദേശത്തെ തിന്നുമുടിക്കേണ്ടതിന് വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. വളരെ പ്രസിദ്ധമായ ഒരു വാക്യമാണല്ലോ 14-ാം വാക്യം. ഇതേക്കുറിച്ച് അല്പസമയം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിന് കാരണവുമുണ്ട്. പലപ്പോഴും അതിൻ്റെ പ്രാഥമിക അർത്ഥം കളഞ്ഞിട്ട് പശ്ചാത്തലത്തിന് വെളിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുകയും ഉപയോഗിക്കുകയും അതേക്കുറിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ദൈവത്തിൽ നിന്നുള്ള ഒരു വാഗ്ദത്തമായി ഈ വാക്യത്തെ ഉദ്ധരിച്ച് കേട്ടിട്ടുണ്ട്. നാം ചില വ്യവസ്ഥകളൊക്കെ പാലിക്കുമെങ്കിൽ ദൈവം ചിലതൊക്കെ ചെയ്തു തരും എന്നൊരു ചിന്ത ഏതൊരു സാഹചര്യത്തിനും യോജിക്കുന്ന വിധം ഈ വാക്യത്തെ വ്യാഖ്യാനിച്ച് കേൾക്കാറുണ്ട്. മിക്കവാറും കൂട്ടായ്മകളിലും കൺവെൻഷനുകളിലുമൊക്കെ ആരെങ്കിലും ഒരാളെങ്കിലും എഴുന്നേറ്റ് നിന്ന് ഈ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ ഒരു വാഗ്ദത്തമാകുന്നു ഇതിലുള്ളതെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അല്പം ശ്രദ്ധിച്ച് ഈ വാക്യം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കുവാൻ പ്രയാസമുണ്ടാകുകയില്ല. പലപ്പോഴും അതിനെ അതിൻ്റെ സ്ഥലത്തു നിന്ന് മാറ്റുന്നതിനാൽ നാം കാണിക്കുന്നത് അന്യായമാണ്. പല വാക്യങ്ങളോടും നാം ഇപ്രകാരം ചെയ്യാറുണ്ടല്ലേ? നമ്മുടെ പ്ലാനിനോട് ഒത്തുവരുന്നു എന്ന് തോന്നുന്നതിനാൽ നാം ഇതിൻ്റെ പ്രാഥമികമായ ഉദ്ദേശം അവഗണിക്കുകയും അതിൻ്റെ ചൈതന്യത്തെ കെടുത്തിക്കളയുകയും ചെയ്യുന്നു. നമ്മുടെ ഈ കാലത്ത് ഉപയോഗിക്കുന്ന വിധത്തിലാണെങ്കിൽ ഈ വാക്യം അർത്ഥശൂന്യമായ ഒന്നത്രേ. ഇവിടെ ഞാൻ അല്പം വ്യത്യസ്തമായ ഒരു വിഷയം കൂടി വിവരിക്കട്ടെ. ജീവസന്ദേശം പരിപാടി ശ്രദ്ധിച്ചതിന് ശേഷം പലരും പറയാറുണ്ട്, തിരുവചനം ഇത്ര വ്യക്തമായി ഞങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, ഇങ്ങനെ ഞാൻ പഠിപ്പിക്കുവാൻ കാരണം എന്ത് എന്ന്. അതിൻ്റെ പ്രധാന കാരണം ഞാൻ തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നത് ദൈവം കാലങ്ങളെ മൊത്തം 7 തിരിച്ചിരിക്കുന്നു എന്നും ഓരോ കാലത്തും ജീവിക്കുന്നവർ ആ കാലത്ത് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നതിനോട് അവർ കാണിച്ച അനുസരണത്തിൻ്റെ വെളിച്ചത്തിലാണ് ന്യായം വിധിക്കുന്നതെന്നും അത്രേ. അങ്ങനെ വരുമ്പോൾ നാം ഇപ്പോൾ കൃപായുഗത്തിലാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവോട് കൃപായുഗം അവസാനിക്കുകയും തുടർന്ന് ദൈവരാജ്യയുഗം ആരംഭിക്കുകയും ചെയ്യും. ഈ വിധത്തിലുള്ള പഠനമാണ് വാസ്തവത്തിൽ ബൈബിളിനെ അർത്ഥവത്താക്കി തീർക്കുന്നത്. ബൈബിൾ മുഴുവനും ആദ്യോടന്തം പൊരുത്തപ്പെട്ടു പോകണമെങ്കിൽ ഈ വിധത്തിൽ അതിനെ കണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. ഇത് തിരുവചനത്തിന് അക്ഷരാർത്ഥം നൽകുന്നു. അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കൂടുതൽ സമയവും ആയിരുന്ന പശ്ചാത്തലം തിരുവചനത്തിൻ്റെ ഒട്ടുമുക്കാലും ഭാഗങ്ങളെ ഗണ്യമാക്കാതിരുന്ന ഒന്നായിരുന്നു. അതിനുള്ള കാരണം തിരുവചനത്തിൻ്റെ മിക്കവാറും ഭാഗങ്ങൾക്ക് യുക്തിയുക്തമായി നൽകുവാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനം അന്നില്ലായിരുന്നു എന്നത്രേ.
എൻ്റെ സാഹചര്യത്തിൽ ആരും അതിനെന്നെ സഹായിച്ചിരുന്നുമില്ല. മിക്കവാറും ദൈവവചനം പഠിച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നതും എനിക്ക് പ്രയോജനം എന്ന് തോന്നുന്നതും ഞാൻ എടുക്കുക, മറ്റുള്ളതിനെ ഗണ്യമാക്കാതിരിക്കുക. ദൈവത്തിനുള്ള കാര്യം മനുഷ്യൻ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ നടക്കുമോ? ഈ ഒരു ഉപാധിയും ആ ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുവാൻ കഴിയാതിരുന്നതാണ് അതിനുള്ള കാരണം എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. പല ഭാഗങ്ങളും എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് ആകെ കുഴഞ്ഞു മറിഞ്ഞിരുന്ന ഒരവസ്ഥ. ബൈബിളിലെ പല ഭാഗങ്ങളും തൊടുക പോലും ഇല്ലായിരുന്നു. കാരണം അവ വിശദീകരിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്ന ദൈവീക യുഗങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിച്ചെന്നാൽ എല്ലാം വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ സാധിക്കുമെന്നല്ല. പിന്നെയോ മറ്റേതൊരു വ്യാഖ്യാനത്തെക്കാളും ഭംഗിയായി തിരുവചനം വിവരിക്കാവുന്നതാണ്. എൻ്റെ ഈ നിലപാടിന് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയട്ടെ. ഞാൻ മനസ്സിലാക്കുന്നത് ഗിരിപ്രഭാഷണം നാം ജീവിക്കുന്ന ഈ യുഗത്തിനായിട്ടുള്ളതല്ല, വരുവാനുള്ള ദൈവരാജ്യ യുഗത്തിന് വേണ്ടിയിട്ടുള്ളതാകുന്നു എന്നത്രേ. ആ രാജ്യത്തിലെ നിയമങ്ങളാണ് ഗിരിപ്രഭാഷണം. ഇന്നത്തേക്കുള്ള ഒരു പ്രത്യേക ദൂത് അതിനകത്തുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അങ്ങ് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. ഞാൻ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ പ്രാർത്ഥന ചൊല്ലുന്നത് നമ്മുടെ ഒട്ടുമുക്കാലും സഭകളിൽ അർത്ഥശൂന്യമാണ്. സമൃദ്ധിയിൽ ആറാടുമ്പോൾ അന്നന്നത്തേക്കുള്ള ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ എന്ത് ഔചിത്യമാണുള്ളത്? പിന്നെ അങ്ങ് ചൊല്ലുന്നു, അത്രമാത്രം. എന്നാൽ മഹാപീഡന കാലത്ത് ആ പ്രാർത്ഥന ജനങ്ങൾക്ക് അർത്ഥവത്തായി അനുഭവപ്പെടും. ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കരുതേ. ചിലർ ചെയ്യുന്നത് പോലെ ഗിരിപ്രഭാഷണം ഞാൻ തള്ളിക്കളയുകയല്ല. ഞാനത് അംഗീകരിക്കുന്നു. ഞാൻ അതിൽ നിന്നും പ്രസംഗിക്കാറുണ്ട്. ദൈവത്തിൻ്റെ നിലവാരത്തിൽ നിന്നും മനുഷ്യൻ എത്രമാത്രം താണു വന്നിരിക്കുന്നു എന്ന് ഗിരിപ്രഭാഷണം നമ്മെ വ്യക്തമായി കാണിക്കുന്നു. കർത്താവിൻ്റെ പ്രാർത്ഥന വളരെ പ്രയോജനമുള്ളതായി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാനത് പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കത് വളരെ പ്രയോജനം ചെയ്യാറുണ്ട്. തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം ഉണ്ടെന്നുള്ളത് ഒരു കാര്യം നാം ഈ ഭാഗത്ത് ഓർക്കേണ്ടത് എന്തെന്നാൽ എല്ലാ തിരുവെഴുത്തും നമുക്കായിട്ട് എഴുതിയതാണ്. എന്നാൽ എല്ലാ തിരുവെഴുത്തും നമ്മോടല്ല. ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനം അതിൻ്റെ അർത്ഥവും പശ്ചാത്തലവും ഒക്കെ വിവരിച്ച് അതിൻ്റെ അർത്ഥം നമുക്ക് വിശദീകരിച്ച് തരും. അത് നമുക്കായി എഴുതിയതേ ആയിരിക്കുകയില്ല. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അനേകം കൽപ്പനകൾ നമുക്ക് കാണാവുന്നതാണ്. എന്നാൽ അവ നമുക്ക് വേണ്ടി നൽകിയ കൽപ്പനകൾ ആയിരിക്കുകയില്ല. നാം അത് വളരെ ശ്രദ്ധിക്കണം. എന്നിരുന്നാലും എല്ലാ തിരുവെഴുത്തിൻ്റെയും പ്രാവർത്തിക വശം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തിരുവെഴുത്തിൽ മുഴുവനും ദൈവം നമ്മെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലുമൊക്കെയുണ്ട്. അതുകൊണ്ട് ഒരു ഭാഗവും അവഗണിക്കുവാൻ പാടില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് താങ്കൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്നെ എഴുതി അറിയിക്കാവുന്നതാണ്. സംശയങ്ങളും എഴുതി ചോദിക്കാവുന്നതാണ്. ഇനിയും ഈ 2 ദിനവൃത്താന്തം 7:14 നമുക്ക് തിരികെ പോകാം. അവിടം ചിന്തിക്കുവാൻ ആരംഭിച്ചപ്പോഴാണല്ലോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവിടുത്തെ പശ്ചാത്തലം ശലോമോൻ പണിത ദാവീദിൻ്റെ ദേവാലയം പ്രതിഷ്ഠിക്കുന്ന സന്ദർഭമാണ്. ആ കാലത്തെ ആ ദേശത്തെ സംബന്ധിച്ച് ദൈവം ശലോമോനോട് പറയുന്ന വാക്കുകളാണ് ഇവ. പ്രതിഷ്ഠാ സമയം ശലോമോൻ പ്രാർത്ഥിച്ച വലിയ പ്രാർത്ഥന നാം കണ്ടു കഴിഞ്ഞല്ലോ. ഇപ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥന ഓർക്കുന്നു. എന്നിട്ട് ശലോമോനോട് പറയുകയാണ്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമെന്ന്. അവൻ ആരോടാണ് സംസാരിക്കുന്നത്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം, അത് ഇസ്രായേലാണ്. ദൈവം ശലോമോനോട് സംസാരിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ചാണ്. ഈ ജനം തങ്ങളെ തന്നെ താഴ്ത്തുമെങ്കിൽ, അവർ പ്രാർത്ഥിക്കുമെങ്കിൽ, അവർ അവൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ, അവർ തങ്ങളുടെ ദുഷ്ടവഴികളിൽ നിന്നും തിരിയുമെങ്കിൽ, അപ്പോൾ ദൈവം ഇസ്രായേലിന് 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവൻ അവരുടെ പ്രാർത്ഥന കേൾക്കും, അവൻ അവരോട് ക്ഷമിക്കും, അവൻ അവരുടെ ദേശത്തെ സൗഖ്യമാക്കും. ഇത് വ്യക്തമായ വ്യവസ്ഥകളാണ്. അതെ, ദൈവം ഇസ്രായേലിന് വേണ്ടി പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ. അവരുടെ ചരിത്രം ഇതിൻ്റെ കൃത്യതയെയും അക്ഷരാർത്ഥത്തിലുള്ള നിറവേറലിനെയും വെളിവാക്കുന്നു. ഇനിയും നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഇപ്രകാരം പറയുന്നതായി നമുക്ക് കാണാം. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീനെന്ന്. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവും അത് തന്നെ ആവർത്തിച്ചു. ഈ വ്യവസ്ഥകൾ പാലിക്കുവാൻ അവൻ രാജ്യത്തെ ക്ഷണിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവരുടെ ഇടയിൽ നിറവേറി കാണുവാൻ യേശു അവരെ ക്ഷണിച്ചു. ന്യായമായൊരു വാഗ്ദാനമായിരുന്നു അത്. ഈ കാലത്ത് ഇസ്രായേൽ ജനം ലോകം മുഴുവൻ ചിന്നിച്ചിതറിയിരിക്കുന്നു. അവർക്ക് ആ ദേശത്ത് സമാധാനം സാധ്യമല്ല. കാരണം അവർ ദൈവം വെച്ച വ്യവസ്ഥകൾ പാലിച്ചില്ല.
അത് അക്ഷരാർത്ഥത്തിലുള്ള ഒരു വ്യാഖ്യാനമാകുന്നു. ഇനിയും ഈ ഭാഗത്ത് നമുക്കുള്ളൊരു ദൂതുണ്ട്. എനിക്കും താങ്കൾക്കും വേണ്ടിയൊരു ദൂത്. എൻ്റെ നേരെ നോക്കി ദൈവം പറഞ്ഞില്ല എന്നതുകൊണ്ട് എനിക്കിത് ഒഴിഞ്ഞു പോകുവാൻ സാധ്യമല്ല. ഈ കാലത്തിലേക്കുള്ള ഒരു തത്വം അതിലുണ്ട്. എൻ്റെ ജനം, ദൈവത്തിനൊരു ജനമുണ്ട്. നാം അതിനെ സഭ എന്നോ ക്രിസ്തുവിൻ്റെ ശരീരമെന്നോ ഒക്കെ വിളിക്കുന്നു. അതെ, രക്ഷകനെ അംഗീകരിച്ചവർ. തീത്തോസ് 2:14 പൗലോസ് എഴുതിയത് നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. നമ്മിൽ പലരും വളരെയേറെ പ്രത്യേകതയുള്ളവരാകുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു വന്നേക്കാം. എന്നാൽ തൻ്റെ സ്വന്തം ജനമെന്നാണ് ഇവിടുത്തെ അർത്ഥം. എൻ്റെ ജനം, അവർ തങ്ങളെ തന്നെ താഴ്ത്തണമെന്നാണ് നാം വായിച്ചത്. ജഡം അഹങ്കരിക്കുന്നതാണ്, എന്നാൽ നാം താഴ്മയുള്ളവരായിരിക്കുവാൻ ഗുണദോഷം നൽകുന്നു. എഫെസ്യർ 4 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ചെയ്യുവീൻ. ഗലാത്യലേഖനം 5 22-23 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ദീർഘക്ഷമയും സൗമ്യതയും ആത്മാവിൻ്റെ ഫലമാകുന്നു എന്നത്രേ. താഴ്മ എന്നത് ഒരു വിശ്വാസിക്ക് വേണ്ടി പറഞ്ഞിരിക്കുന്ന സ്വഭാവമാകും. താഴ്ത്തിയാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കണം. പുതിയ നിയമത്തിൽ അനേകം പ്രാവശ്യം നമ്മെ പ്രബോധിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാകുന്നു പ്രാർത്ഥിക്കണമെന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനാണ്. ലേഖനങ്ങളിൽ അനേകം പ്രാവശ്യം പ്രാർത്ഥിക്കുവാനുള്ള കൽപ്പന നൽകിയിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എൻ്റെ മുഖം അന്വേഷിപ്പീൻ. ഇതും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. കൊലോസ്യർ 3:1-2. ഒടുവിലായി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുക. ഇതും നമ്മോടാണ്. മാനസാന്തരപ്പെടുന്നതിനെക്കുറിച്ച് വിശ്വാസികളോട് ദൈവത്തിനു വളരെയേറെ പറയുവാനുണ്ട്. വെളിപ്പാട് പുസ്തകം 3-19 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ: എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. മാനസാന്തരം ദൈവ പൈതലിനാണ്. നാം നമ്മുടെ ഭാഗം ശരിയാക്കേണ്ടതുണ്ട്. പലപ്പോഴും നാം മറ്റുള്ളവരെ പഴിചാരി നമ്മുടെ കുറവുകൾ മറന്നു കളയുവാൻ ശ്രമിക്കാറുണ്ടില്ലേ? എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത്. ഈ വാക്യത്തിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കളുടെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നതാണ്, അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാകുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളത് പോയി പറയുന്നതല്ല, പിന്നെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുക, സ്വയം താഴ്ത്തുക. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതായ ഈ വേദപഠനം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.